എറണാകുളം പറവൂരിലെ ആശാ ബെന്നിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. പണം പലിശയ്ക്ക് നൽകിയ പ്രദീപ് കുമാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആശയെ ഭീഷണിപ്പെടുത്തിയിട്ടും പോലീസ് ഇടപെട്ടില്ലെന്ന് കുടുംബത്തിന്റെ ആരോപണം. മുതലും പലിശയും തിരിച്ചു നൽകിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപും പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും ആശയുടെ കുടുംബം ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, പോലീസിനെതിരെ തന്നെ ഗുരുതരമായ ആക്ഷേപമാണ് ഉള്ളത്. മുതലും പലിശയും നൽകിയിട്ടും ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഋഷി, അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ പോലീസിനെതിരെ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഒരു തവണ ആശ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അത് ഇക്കഴിഞ്ഞ 11-ാം തീയതിയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ റൂറൽ എസ് പിയുടെ മുന്നിൽ പോയി പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് പി പറവൂർ പോലീസിനോട് ഇക്കാര്യം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് തന്നെ പറവൂരിലെത്തിയെങ്കിലും ഈ പറവൂരിൽ ഈ എതിർകക്ഷിയായ ഈ ബിന്ദുവും അതോടൊപ്പം തന്നെ ഭർത്താവ് പ്രദീപും റിട്ടയർഡ് പോലീസുകാരനായ പോലീസ് ഡ്രൈവറായ അതേ സ്റ്റേഷനിൽ നേരത്തെ ഡ്രൈവറായ പ്രദീപും അവിടെ ഉണ്ടായിരുന്നു. ഇരു കൂട്ടരെയും സംസാരിച്ച ഇതൊരു സിവിൽ കേസ് മാത്രമാണ്, ഇത് തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് പോവുക അല്ലെങ്കിൽ കോടതിയിൽ പോവുക എന്നീ കാര്യങ്ങളാണ് പോലീസ് പറഞ്ഞത്. അത്തരത്തിൽ ഗുരുതരമായ ഭീഷണി അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പോലീസ് കൃത്യമായ നടപടിയെടുത്തിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇന്ന് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. ആശയുടെ കുടുംബമടക്കം ഇവിടെയുണ്ട്, ഭർത്താവ് ബെന്നി അടക്കം ഇവിടെയുണ്ട്. ചേട്ടാ, ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 10-ാം തീയതി തൊട്ടുള്ള 11-ാം തീയതി തൊട്ടുള്ള പ്രശ്നമാണ്. പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്ത് പിന്നെ ഒരാളുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൈഡിന്, ഒരു 10 ലക്ഷത്തോളം. അത് ഒരുമിച്ചല്ല, 5 ലക്ഷം വെച്ചായിരുന്നു. അപ്പോൾ അത് കൊടുക്കണമെന്ന് ഈ 11-ാം തീയതി പറഞ്ഞിരുന്നാണ് പറയണം. അപ്പോൾ അവർ വരുമ്പോൾ പൈസ കൊടുക്കാനുണ്ടായില്ല. അപ്പോൾ അത് കാരണം കയ്യിലെ ഞരമ്പ് മുറിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ 4 ദിവസം അഡ്മിറ്റായിട്ട് അവിടെ വന്ന് ആ സ്ത്രീ ഇവിടെ വന്ന് ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വേറെ ഞായറാഴ്ചകളിലും ഇവിടെ വന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ബഹളമൊക്കെ ഉണ്ടാക്കി. അതുകൂടാണ്ട് അങ്ങനെ ബഹളം വന്നപ്പോഴാണ് ഞങ്ങൾ SP-ക്ക് ഒരു പരാതി കൊടുത്തത്. അവിടെ നിന്ന് ഞങ്ങളോട് പറവൂർ വരാൻ പറഞ്ഞ് പറവൂർ വന്ന് 2 കൂട്ടരെയും പോലീസിന്റെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മേടിച്ചതിൻ്റെ 10ഓളം മേടിച്ചെന്നാണ് അമ്മ പറയണത്. അപ്പോൾ മേടിച്ചതിൻ്റെ ഇരട്ടിയോളം നമ്മൾ തിരിച്ചടച്ചു, മുതലും പലിശ അടക്കം അടച്ചതായിരുന്നു. എന്നിട്ടും ഇത് പലപ്പോഴായിട്ട് ഒരു അമ്മനെ വിളിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പപ്പക്കും ഞങ്ങൾക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഈ ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ആ സൂയിസൈഡ് ചെയ്യുന്ന തലേ ദിവസം വരെ ഒരു അമ്മനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അമ്മക്ക് ഒട്ടും നിവൃത്തിയില്ലാണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മ ഞരമ്പ് മുറിച്ച് സൂയിസൈഡിന് ശ്രമിച്ചത്. അപ്പോൾ അന്നാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ളത്. അന്ന് പോലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വീട്ടിലോട്ട് വന്നതിൻ്റെ പുറകെ പോലും ഇവിടെ വീട്ടിൽ വന്നിരുന്ന് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവർക്ക് 18 ലക്ഷം രൂപയോളം അവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ കൊടുക്കാനുള്ളതിൻ്റെ ഡബിൾ കൊടുത്തതാണ്. എന്നിട്ടും വീണ്ടും വന്ന് വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ പപ്പയും ഞങ്ങളൊക്കെ പുറത്ത് പണിക്ക് പോണവരാണ്. പോയി കഴിഞ്ഞത് പകൽ അമ്മയും അനിയത്തിയും മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. ആ സമയത്തൊക്കെ ഇവർ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളിൽ ആ ഒരു പേടി നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് ആലുവയിലുള്ള SP ഓഫീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു പറവൂർ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിരുന്നു 18-ാം തീയതി. അപ്പോൾ ഇവരെയും അങ്ങോട്ട് ഈ പറയുന്ന പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ആളെയും ഫാമിലിയെയും കൂടി അങ്ങോട്ട് വിളിച്ചിരുന്നു. അങ്ങനെ അവിടെ വെച്ച് 2 കൂട്ടരും തമ്മിൽ പോലീസുകാർ സംസാരിച്ചു. അതിനുശേഷം ഈ പണമിടപാടുകൾക്ക് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്, കോടതി നിയമമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 കൂട്ടരുടെയൊന്നും വേറെ കേസുകളോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് അവിടെ എഴുതി മേടിച്ച് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിന്നത്. ഞങ്ങളുടെ സ്റ്റേഷനിൽ വെച്ച് പോലും ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് ഈ പറഞ്ഞ പ്രദീപ് കുമാറും ഫാമിലിയും ഞങ്ങളോട് പെരുമാറിയത്. അവിടെ വെച്ച് തന്നെ അനാവശ്യങ്ങൾ പറയും, നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല, അങ്ങനെ കുറേ ഇത് പറഞ്ഞിരുന്നു സ്റ്റേഷനിൽ വെച്ച് പോലെ തന്നെ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഒരു ഈവനിങ് അവിടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്.
പോകുന്നതിന് ശേഷം വീട്ടിലൂടെ എത്തുന്നതിന് മുമ്പ് തന്നെ നൈറ്റ് ആ സമയത്തായപ്പോഴേക്കും അവരോട് വീടിൻ്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം എടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് മനോവിഷമം അത് വന്നിരുന്നു, പേടിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ അമ്മ ഇങ്ങനെ ഒരു ഉച്ചയോടെ ഈ സൂയിസൈഡിന് ശ്രമിച്ചതും ഇങ്ങനെ പറ്റിയത്. അപ്പോൾ നമുക്ക് ആ ഒരു മനോവിഷമം നല്ലോണം ഉണ്ടായിരുന്നു, പേടിയും മനോവിഷമവും ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു, മക്കളുടെ ജീവിതം കളയും, അങ്ങനെയൊക്കെ പല രീതിയിലും അമ്മനെ ടോർച്ചർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പണം തിരിച്ചടച്ചതിന്റെ രേഖകളൊക്കെ കയ്യിലുണ്ട്? ഒന്നുമില്ല, കയ്യിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പൈസ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് ചെയ്തതുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തായിട്ടുള്ള ഗൂഗിൾ ട്രാൻസാക്ഷൻസ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു. അത് ഇവരുടെ മകൾക്കും അമ്മക്കും ഈ പറഞ്ഞ പ്രദീപ് എന്ന് പറഞ്ഞ കുമാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ 3 പേരുടെ അക്കൗണ്ടിലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്തേക്കണത്. ബാക്കി എല്ലാവരും കയ്യിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത്. അവർ തന്നേക്കണതും കയ്യിലാണ്, നമുക്ക് കൊടുത്തേക്കണതും കയ്യിലാണ്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തേക്കണത്. ഈ സംഭവത്തിന് ശേഷം ഈ പ്രദീപോ അല്ലെങ്കിൽ ബിന്ദുവോ ആരെങ്കിലും വിളിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? സൂയിസൈഡിന് ശേഷമാണോ? ഇല്ല, ഇന്നലെ ഇതിന് ശേഷം വിളിച്ചിട്ടില്ല. ആദ്യം സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് നിരന്തരമായിട്ട് വന്ന് വീട്ടിൽ വന്നിരിക്കുകയും അതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കി ചെയ്തിരുന്നത്. ഇന്നലെ ഈ മരണം സംഭവിച്ചതിന് ശേഷം വിളിച്ചിട്ടില്ല. അതാണ് റോഷ്നി ഈ കുടുംബം പറയുന്നത്. ആശയുടെ കുടുംബമാണ്. അവർ പറയുന്നത് അങ്ങനെയാണ്. ഈ കാണുന്ന പറവൂർ കോട്ടുകളിലെ വീട്, ഈ വീടിന് മുന്നിൽ ഒരു കെട്ടിടം, ഒരു കടയടക്കമുള്ള കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ആശ ഇത്തരത്തിൽ ഈ ബിന്ദുവിൽ നിന്ന് 10 ലക്ഷം രൂപയോളം പല ഗഡുക്കളായി വാങ്ങി, കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരത്തിൽ പണം വാങ്ങി എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ കുടുംബത്തിൽ മറ്റ് അംഗങ്ങൾക്കൊന്നും തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ 11-ാം തീയതി ഉണ്ടായ സംഭവം, അതിന് പിന്നാലെ ഒരു സൂയിസൈഡിന് വേണ്ടി ശ്രമിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആശ ശ്രമിക്കുന്നു. അതിനുശേഷമാണ് ഈ കുടുംബാംഗങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബിന്ദു, അതോടൊപ്പം തന്നെ പ്രദീപ് അടക്കമുള്ളവരുടെ വിശദീകരണവും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് ആശയുടെ കുടുംബത്തോട് സംസാരിച്ചത്.